നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. പണ്ട് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എന്നുള്ള ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകാൻ പറ്റാവുന്ന അതിൽ ഏറ്റവും ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രണ്ട് സ്ത്രീകൾ ഇരുന്നെടുത്തു എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ബസ് കയറിയ ആൾക്കാര് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക ബാഗും കൈ വെച്ചിട്ട് പിച്ചോ നുള്ളു എന്തൊക്കെയോ ചെയ്യണ്ട് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തലേ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല. എവിടുന്നോ കൈകൾ വരുന്നു. എവിടുന്നാ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് തല പൊക്കാൻ പറ്റുന്നില്ല. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. ഭയങ്കര തിരക്കാണ്. ആരോട് പറയാനേ ഒന്നുമില്ല. അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ എന്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ്. മനസ്സിലായില്ല, എല്ലാം ഞാൻ പറയാം. നോക്കുമ്പോ എന്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയായിട്ട ഒരു അനുഭവമായിരുന്നു. ഞാൻ പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. ഭയങ്കര ഷോക്കും അല്ലാത്തൊരു അവസ്ഥ. അപ്പം ഞാൻ ചെന്ന് ആ കണ്ടക്ടറോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറി. നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ TV-യിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കയറണം എന്തിനു ചോദിച്ചു. പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.